നമസ്കാരം, എല്ലാവർക്കും നിക്കീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഒരു സൂചിയും നൂലുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. ഇതേപോലത്തെ ഒരു പാത്രം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സൂചി, നൂല്, ഏത് കളറാണ് നിങ്ങളുടെ മാസ്കിൻ്റെ കളർ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നൂല് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ എലാസ്റ്റിക് വേണം. പിന്നെ അതുപോലെ തന്നെ സിസേഴ്സ് വേണം. ഒരു മാർക്കർ പേനോ ഏതെങ്കിലും ഒരു പേന എടുക്കുക. അത് കഴിഞ്ഞിട്ട് പാത്രം നമ്മൾ ഈ തുണിയുടെ മേലെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം ഇതുപോലെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക. അതുകൊണ്ട് ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മടക്കണം. ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കാം. രണ്ടും സെയിം ആയിട്ടുള്ള ഇതിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മടക്കി കൊടുക്കാം. ഒന്നുകൂടി നല്ല ഇതായിട്ട് ഇരിക്കാനായിട്ട് കത്രികയുടെ സൈഡ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്നും കൂടി മടക്കാം. സെയിം ആയിട്ട് തന്നെ നമ്മൾ മടക്കണം. ഇത്തിരി കയറി ഇറങ്ങിയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് കിട്ടും. ഇതാണ്ടോ, ഇങ്ങനെ 4 പീസായിട്ട് നമുക്ക് കിട്ടും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. സെയിം അളവിൽ ഇതാക്കണ്ടോ, ഇതിൻ്റെ മേലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. രണ്ടും നല്ല സൈഡ്, അതായത് ഒരു പീസിൻ്റെ നല്ല സൈഡിൻ്റെ മേലെയാണ് നമ്മൾ മറ്റേത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടിയിൽ രണ്ടും നല്ല സൈഡാണ് വരേണ്ടത് കേട്ടോ നമ്മളുടെ. ഇതാകണ്ടോ, ഇങ്ങനെ രണ്ടും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കുക. ഇങ്ങനെ വരച്ചേക്കുന്നുണ്ട് ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആ സൈഡിലൊന്ന് ഇതുപോലെ സൂചി എടുത്തിട്ട് തുന്നി കൊടുക്കാം. അതുപോലെ നമുക്ക് രണ്ടും തുന്നിയെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് തുന്നിയെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും നമ്മൾക്ക്. അങ്ങനെ രണ്ട് നമ്മളിങ്ങനെ തുന്നിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ മേലെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ മേലെ മറ്റേ പീസ് വെച്ച് കൊടുക്കുക. നല്ല 2 സൈഡുകളും വേണം ഉള്ളിലേക്ക് വരാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഇതും വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് രണ്ടും കറക്റ്റായിട്ട് വരണം വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട്. ഇതാണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്നിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അതും ഉള്ളിലേക്ക് നല്ല 2 സൈഡുകളാണ് വരേണ്ടത്. തുണിയുടെ നല്ല സൈഡ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ സൈഡും കൂടി നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഇൻഡു ഇട്ടേക്കണ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. കുറച്ച് ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിരിക്കണം.
നമുക്ക് ആ ഭാഗം കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇൻഡു ചെയ്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് മറയ്ക്കണം. ഉള്ളിലാണ് നമ്മളുടെ നല്ല ഭാഗം ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ഇതായപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഭാഗം നമ്മളുടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നില്ല, ഈ തുറന്നിരിക്കുന്ന ഭാഗം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ മാസ്കിൻ്റെ ഏകദേശം രൂപം എത്തിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മുടെ ഈ അറ്റത്തിരിക്കണ ഇത്തിരി ഭാഗം ഉണ്ടല്ലോ, അതേ കണ്ടോ, ആ അറ്റത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് തുന്നിയെടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് അതിൽ കൂടെ വെക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇതേപോലെ മടക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ മടക്കിയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടോ, ഇതുപോലെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. കടയിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട. നമ്മുടെ പഴയ തുണികളോ അല്ലെങ്കിൽ നമ്മുടെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞു. വളരെ സിമ്പിളല്ലേ നമുക്കിത് വീട്ടിലുണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് ഏത് കളർ വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കുട്ടികളുടെ വല്ല ബനിയൻ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഇപ്പോൾ കാർട്ടൂണിൻ്റെ തരത്തിലുള്ള ബനിയനുകളൊക്കെ ഉണ്ടാവില്ലേ കുഞ്ഞു പിള്ളേർക്ക്, അപ്പോൾ അത് മുറിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാർട്ടൂണിൻ്റെ പോലത്തെ മാസ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലാസ്റ്റിക് എടുത്തിട്ട് അതിലേക്കൊരു സൂചി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ മടക്കി വെച്ചിരിക്കണം അതിലേക്കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. അത് കെട്ടിൻ്റെ നീളത്തിലുള്ള ഭാഗം നിൽക്കണത് ഒന്ന് മുറിച്ച് കളയാം. അങ്ങനെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ സൂചി ഒന്ന് ഇങ്ങനെ വെക്കണ കാരണം പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാൻറ്റിൻ്റെ ഒക്കെ വള്ളി പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ്. ഇതാ കേട്ടോ, സിമ്പിളായിട്ട് നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കെട്ടിട്ട് വെച്ചിട്ടില്ലേ, ഇത് കണ്ടോ, ഈ
കെട്ടിട്ട് വെച്ചത് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ആ തുണിയുടെ ഉള്ളിലേക്ക് പൊക്കോളും. കണ്ടോ? ഇതാ അപ്പോൾ നമ്മളുടെ മാസ്ക് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് ഫേസ് നന്നായിട്ട് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതാ കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങിടുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.